സോ ഓക്കെ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഞാൻ ചത്തുപോയി ഗൈസ്. ചത്തുപോയ കഥയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ട ലഷ് കേവില്ലേ, അവിടെ മൈൻ ചെയ്യാൻ പോയതാണ് ഗൈസ്. മൈൻ ചെയ്യാൻ്റെ ഗുണമാണ്. പിക്കാക്സും ഇല്ല, ആക്സും ഇല്ല, ഒന്നുമില്ല, ബ്ലോക്കും ഇല്ല. ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്തു ഗൈസ്. നിങ്ങൾക്ക് അത് തന്നെ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ അതിനെങ്ങനെ ചത്തെന്നുള്ളത് ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ളത്, അതായത് ഞാൻ ഇൻഷോട്ട് വഴി എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഐറ്റംസ് ഇങ്ങോട്ടുള്ള ലഷ് കേവിലല്ല ഗൈസ്. ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച ലാഭയുള്ള ലഷ് കേവിൽ പോയി മൈൻ ചെയ്തതാണ്. എൻ്റെ ഐറ്റംസ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഐറ്റംസ് മൊത്തം അവന്മാർ കൊണ്ടുപോയി കാണുമായിരിക്കും. ഇങ്ങോട്ട് ഞാൻ ടോർച്ച് വെച്ച് പോയി. ടോർച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ഒഴുകി പോയിട്ട് ഞാനൊരു സ്ലൈമിനെ കൊന്നു. ആ കിടക്കണ ലാബ് എടുക്കാൻ പോയതാ. ഇവിടെ എങ്ങാണ്ടാ ഞാൻ ചത്തതെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ കിടപ്പുണ്ട് എൻ്റെ ഐറ്റംസ്. എൻ്റെ മോനെ കത്തോളണേ ദൈവമേ. 3, 2, 1 പ്ലീസ് പ്ലീസ്. ഐറ്റംസ് ഇട്ട് ഐറ്റംസ് 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 ഇവിടെ എന്നെ എത്ര പേരെ കൊണ്ടുപോകുന്നത് പോവാ. ഇനി എന്നെ കാണിക്കുക. ഇനി ഉള്ള ഒരു പ്രാവശ്യം കൂടി ചാറിനെ കൊണ്ട് വയ്യ. രാവിലെ ഞാൻ പിന്നെ പോയി എടുത്തോളാം. എൻ്റെ എക്സ് പി പോലും ഇല്ല ഗൈസ്. ഞാൻ അങ്ങനത്തെ അമ്മാതിരി രീതിയിലാണ് ഞാൻ ചത്തുപോയത്. ഓടിക്കൂ. ഇതെന്നെ എക്സ് പി എനിക്ക് കിട്ടാതെ. എൻ്റെ പുറകെ എക്സ് പി ഓടി വന്നു. ഇതന്നെ ഞാൻ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഗൈസ്. എൻ്റെ എല്ലാ ഐറ്റം ഇത്ര ഞാനൊരു സ്ലൈമിനൊക്കെ കൊന്നു ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റിക്കി ബെസ്റ്റൻ ഉണ്ടാകാം. എൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടിയെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കിട്ടിയിട്ടില്ല ഗൈസ്. അവിടെ ഒരു സോംബി റീസ്പോൺ ആയപ്പോൾ എന്ന് ഞാൻ പറയില്ല. എൻ്റെ ചെസ്റ്റ് പ്ലേറ്റും പോയി. അതിൻ്റെ കൂടെ കുറവാണ്. ഇനി ഇപ്പം ബെഡ് വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറങ്ങട്ടെ. ഇത് രാവിലെ ഏതാ ഞാൻ എക്സ്ട്രാ ഒരു ബക്കറ്റ് ഉണ്ടാക്കി, അത് പോയി. ഇത് സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ്, ഇത് ഞാനിപ്പോൾ കൊണ്ടുവന്ന ആക്സ്, എൻ്റെ സ്റ്റോൺ ബ്ലോക്കും പോയാ. ആൻ്റെ സൈറ്റ് ഇതൊക്കെ ഞാൻ ബിൽഡിംഗ് ബ്ലോക്സ് എക്സ്ട്രാ കൊണ്ടുവന്ന വയസ്സ്. എന്ത് പറയാനാ, ഹെൽത്തും ഇല്ല. ഇനി അതിനുള്ളതൊക്കെ കഴിക്കണം. ഗായ്സ്, ഇതിനു മുമ്പേ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചാവാൻ എനിക്കറിയാം. ബെസ്റ്റോ ഈ ഒരു പൊണ്ണക്കാട്ടെന്ന് ഞാൻ ഇപ്പോൾ കൊന്നല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ ഇവിടെ സ്ലൈം സ്പോണ്ടറുണ്ടോ? പിന്നെ എന്തോരം പേരെ സോംബി വില്ലേജറൊക്കെയാണ് ഗൈസ് എന്നെ കൊല്ലാൻ വന്നത്. ഇപ്പം ഇവനെ മോളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിലേ എനിക്ക് എൻ്റെ XP ലൂട്ടൊക്കെ എടുക്കണം.
ഗയ്സ് ഞാനിപ്പോൾ ഇവനെ കൊല്ലാൻ പോവാണ്. ഈ രണ്ടെണ്ണം ഉറ 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 2 സ്ലൈം വന്നുണ്ടാ, 2 10 സ്ലൈം വന്നുണ്ടാ, ഓണ ഉറ 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 ഉറ. ഒരുത്തരും കൂടെ വന്നുണ്ടേ. അവനെ നമുക്ക് ടെക്നിക്ക് വെച്ചിട്ട് വേണം കൊല്ലാൻ. ആരാട്ടെ പോയുള്ള ഭാഗ്യത്തിന്. ഇനി ഗൈസ് ഇപ്പം ഞാനിനി അവന്മാരെ നോക്കിയിരുന്നാൽ എൻ്റെ ഉള്ള സമയം കൂടെ പോകുന്നത്. കാരണം പുതിയ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണം. ഞാൻ കണ്ടില്ല എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ഇല്ലാത്ത കുറവ് എനിക്കിപ്പം തന്നെ കാണാം. അവിടെ കിടക്കുന്ന ആ ലാവ് എടുക്കാൻ പോയത്. അന്നേരത്തേക്കുമാണ് ഞാൻ ഈ വേൾഡ് ലാർജ് സ്പോണായിട്ടുള്ള സ്ഥലത്ത് ലാവ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം എടുക്കാൻ പോയാൽ മതിയായിരുന്നു. ഒരു ആവശ്യമില്ലാണ്ട് ലാവത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അയൺ സ്മെൽറ്റ് ചെയ്യാനായിട്ടുള്ള വുഡും എൻ്റെ ഇരിപ്പില്ല. അതും ഇനി പോയി തപ്പിയെടുക്കണമല്ലോ. ഒന്നും ഇരിപ്പില്ല ഗൈസ്. നമ്മളെ മയ്യക്ക് ഇരുന്ന് കണ്ടായിരുന്ന ആ ഒരു ഇതിപ്പോൾ തന്നെ പോയി മൈൻ ചെയ്യാൻ മതിയായിരുന്നു. ഈ ഒരു പക്ഷെ അന്നത്തെ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആ ലാവയുടെ കാര്യങ്ങൾ ഓർത്തില്ല. പിന്നെ ഞാൻ ആദ്യം ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്ത് പോകാനായിട്ടേ ബെഡും ഇല്ലായിരുന്നു. ബെഡ് ഞാൻ ആ ലഷ് കേവിൽ തന്നെ കൊണ്ടുപോയി. ഇനി ഒരു എക്സ്ട്രാ ബെഡും കൂടെ ബിൽഡ് ചെയ്യണം. പിന്നെ അന്നേരത്തേക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലിച്ചിൻ്റെ കഴിഞ്ഞ് ചത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടിച്ചെറിച്ച് ചത്ത്. ഞാൻ ആ സമയം കൈ കൊണ്ട് 2 സോമ്പിനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വീട് തുറന്നു കൊടുക്കുമായിരുന്നു. ഞാൻ അടച്ചില്ലായിരുന്നു. ഓക്കെ, ഇനി ഒരു സ്ലൈം ബോൾ എടുത്ത് വെക്കുക. ഈ ഒരു സീഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരാവശ്യമില്ല. ബെഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടേ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യാം. രാത്രിയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. മൈനല്ലേ ചെയ്യാൻ പോകുന്നത്. റീസ്പോൺ പോയിട്ട് സെറ്റ്. ഓക്കെ, ഇനി ഒരു 9 അയൺ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ ബാക്കി ഇത് നമ്മൾ ഇന്നലെ മൈൻ ചെയ്ത റെഡ് സ്റ്റോൺ ആണ്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടെസ്റ്റിൽ വേറെ അയൺ ഇരിപ്പുണ്ട. എൻ്റെ കയ്യിൽ ഒറ്റ വാട്ടർ ബക്കറ്റേ ഉള്ളൂ. ആ ഒറ്റ വാട്ടർ ബക്കറ്റ് കൊണ്ട് നടക്കത്തില്ല. അതിനിപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോയിട്ട് കുറച്ച് വുഡ് ബ്ലാങ്ക്സ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. പക്ഷെ അതിന് കാര്യമാണ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനാണ് ഇത്ര റിസ്ക്. അത്ര സാഹചര്യം ഏതായി പോയതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ പുറത്ത് വല്ല സ്കെലിറ്റണ സോംബി ഉണ്ടെങ്കിലും എന്നെ കൊല്ലും. പറയാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പോയപ്പോഴത്തേക്കേ എന്നെ ഇവിടെ വെച്ചിട്ട് ഒരു കുറച്ചെണ്ണമൊക്കെ എന്നെ കൊന്നു. ആ ഒരു ക്രീപ്പർ എന്നെ പുറകിൽ നിന്ന് വന്നിരുന്നു പൊട്ടിത്തെറിച്ചതാ. എൻ്റെ ഷവലും പോയി. ഷവൽ അവിടെ ഒരു സോംബി റീസ്പോൺ ആയപ്പോൾ അവൻ്റെ കയ്യിൽ കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. ഈ ക്വീൻ എന്നും പറഞ്ഞ് ഒച്ച വെക്കുന്നത് അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാരറ്റാണ്. എൻ്റെ ഗവൺമെൻറ് കുറേ പ്ലാന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചയൊക്കെ അവനുണ്ട്. എന്താ ലൂട്ടെല്ലാം കൊണ്ടുപോയി കളഞ്ഞിട്ട് അവന്മാരെ സൂഹിക്കുക. ഈ ഒരു പ്ലാനറ്റ് ഒന്ന് എത്ര എണ്ണം ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കണം. എനിക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. അതിന് നമുക്കൊരു 3 അയൺ വേണം ഗൈസ്. അതൊക്കെ കിട്ടിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എനിക്ക് 3 അയൺ സ്മെൽറ്റ് ആയിട്ടുണ്ട്. ബാക്കി അവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കി നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഈ കുറച്ച് കയ്യിലിരിക്കുന്ന വെള്ളം കുറച്ച് കളയണം. എവിടെ കൊണ്ട് കളയും? ഇത്രയും മാറി ഇവിടെ ഒന്നും വെക്കണ്ട. ഇവിടെ ഞാൻ ഓൾറെഡി വെച്ച വെള്ളം ഇരിക്കുക. അവിടെ അങ്ങനെ മാറിക്കോ. മനസ്സിലായി. അത് കടലിൽ കൊണ്ടിടാം. അയ്യോ, എടാ ഇതന്നെ. അയ്യോ, ഇപ്പം ശരിയായി. ഓട്ടോ ക്ലിക്ക് ആയിരുന്നെന്ന് തോന്നുന്നു. അതിന് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഒന്നും ഞാൻ ഇവിടം വരെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അറിയാണ്ട് ഞാൻ ചത്തുപോയി ഗൈസ്.
ആട്ടുകുഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചത് ആടായിരിക്കും. ആടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ വെച്ച് ഇതിവിടെ കിടക്കണോട്ടാ, കയറിപ്പോണമല്ലോ. ഓക്കെ, നമുക്കൊക്കെ പോയിട്ട് നമുക്ക് ലാവ കണ്ടുപിടിക്കാം. ലാവയുള്ള ലൊക്കേഷൻ ഇവിടെയാണ്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ തൊളയുടെ ആ ഭാഗത്തായിട്ടാണ്. ഞാൻ ഇവിടം വരെ വന്നിട്ട് പിന്നെയാണ് നേരത്തെ അയ്യോ എൻ്റെ വീട് ഈ ഒരു അയലിലായിരുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണും. അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ബോട്ട് എടുക്കുന്നില്ല. ബോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ചെയ്ത് ഇവിടെയുള്ള ഈ ഒരു പാണ്ടയും വേറൊരു പാണ്ടയും കൂടെ വന്നിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആ പാണ്ട വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാൻ സ്പോണായത് ആ ഭാഗത്തായിട്ടാണ്. ഞാൻ ഇപ്പം പിന്നെ സ്പോണായത്. ഈ കര അടുപ്പിച്ച് പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്മൂതായിട്ട് പോകാനാണ്. അവിടെ അന്നേരത്തേക്കുമാണ് ഞാൻ ആ ലാവ കിടക്കുന്നത് കണ്ടത്. ഇപ്പോൾ 2 ബക്കറ്റ് കാലിയായിട്ട് കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അത് ഒഴുകുന്ന ലാവയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് ആ ലാവ എങ്ങനെ ഇതെടുങ്ങ് എടുക്കും. അവിടെ ഒരു കോപ്പർ കിടപ്പുണ്ട്. അത് തന്നെ ക്രീപ്പർ എക്സ്പ്ലോഡ് ആയപ്പോൾ വന്നായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ലാവ കണ്ടത്. ഈ അരികോശത്ത് എവിടെ കണ്ട ഞാൻ ആ ലാവ നൈറ്റാ. ദേ വളക്കുന്നു. അയ്യോ, ബെഡ് എടുത്തോണ്ട് വരണം. പക്ഷേ ഇനിയിപ്പോൾ വീട്ടിൽ പോയി അതിന് മുമ്പ് അയ്യോ വീട്ടിൽ പോകല്ലേ, സന്ധ്യ ആവുന്നതിന് മുന്നേ. നൈറ്റായാലും വലിയ ഇത് ഇവിടെ നിന്ന് ഒഴിക്കുന്ന ലാവയാണോ? ഇന്നത്തെ ദിവസം എനിക്ക് ഫുള്ള് യാക്കാണ്. വെള്ളക്കാണേ എൻ്റെ ഐറ്റംസ് പോയേ. എൻ്റെ ഐറ്റംസ് വെള്ളത്തിൽ പോണേ. കത്തി പോകരുതേ. എൻ്റെ ലാവ പോയേ. അയ്യോ, എൻ്റെ എല്ലാം പോയി ഗൈസ്. എൻ്റെ എല്ലാം പോയി. ഞാൻ ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ആർമറുണ്ടാവും. പക്ഷെ ആ നൈറ്റും വന്ന് ഞാൻ വെള്ളത്തിൽ ചാടിയാൽ മതിയായിരുന്നു. നേരത്തെ കൂടെ ഈ ഒരു കോക്കോവിൻ ഇരിക്കുന്ന നേരെയുള്ള ഭാഗത്തോട്ടോ എൻ്റെ വീട്. ഈ സ്ഥലത്തോട്ട് വീട് വെച്ചുകൊണ്ട് വീട് എവിടെയാണെന്ന് പോലും അറിയില്ല നമ്മൾ. ഇതിന് ഞാൻ പുറത്തോട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തുള്ള സംഭവം കാണില്ല. സത്യം പറഞ്ഞാൽ ഇവർ ഈ ഒരു ഷെയ്ഡിട്ട് കളിക്കുന്ന ഈ ആർട്ടിക്സ് ഇട്ട് കളിക്കുന്നത് നല്ലൊരു സുഖം. ഇപ്പോൾ പരസുഖമായിട്ടുണ്ടാവും. എൻ്റെ ഐറ്റംസ് എല്ലാം കത്തിപ്പോയാൽ എന്തോ. ഇത് സെറ്റിൽ പോകണമെങ്കിൽ ഞാൻ ഒന്നേന്ന് പോലെ പിന്നെ ആർമെല്ലാം സെറ്റ് ചെയ്യാൻ തോന്നണം. അതിൻ്റെ പിക്കാക്സ് അല്ലേ? ഓ, ഐറ്റംസ് ഒന്നും പോയിട്ടില്ല അധികം. അയ്യോ, കുറച്ചൊക്കെ കത്തിപ്പോയിട്ടുള്ളൂ ഭാഗ്യത്തിന്. ലാവാക്കറ്റുണ്ട് ഭാഗ്യത്തിന്. ഫുൾ വെള്ളക്കാണല്ലോ പൈസ. എന്നാണെന്ന് അറിയാൻ മേലല്ല. ഒരു ബക്കറ്റ് കൂടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് കളർ കൂടെ കണ്ടെന്ന് എൻ്റെ തോന്നണം. ഭാഗ്യം ഞാൻ ആ ടോർച്ച് അവിടെ ഇട്ടിട്ട് പോയത്. എൻ്റെ ഇപ്പം കാണാണ്ട് പോയേക്കണമെന്ന് പറഞ്ഞാൽ
ഈ ഒരു വെള്ളവും കൂടെ അങ്ങ് എടുത്തേക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ മുകളിലോട്ട് കയറും? ഓ പിക്കാക്സ് പറഞ്ഞ ഇരിപ്പുണ്ട്. ഞാൻ മെല്ലെ പോയില്ല. ഇപ്പം ഞാൻ എന്തായാലും ആർമറിൻ്റെ 1 മുതലേ തുടങ്ങണം. പക്ഷേ കുറച്ച് ഐറ്റംസും പോയിട്ടില്ല. നല്ല ഐറ്റംസാണ് വാങ്ങിയത്. അതിനൊക്കെ വേറെയല്ല അവിടെ സ്റ്റെപ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. എൻ്റെ ആർമറാണ് കത്തിപ്പോയത്. പിന്നെ ആക്സിരിപ്പുണ്ടല്ലോ. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് ആയല്ലോ. ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഞാൻ ചത്തത്. ഇവിടെ അല്ല ഗ്രാസുള്ള ഭാഗത്തല്ലല്ലേ നമ്മൾ. ഇവിടെ നിന്നാണ് നമ്മൾ ചത്തതെന്നാണ് തോന്നുന്നത്. അതെ ഈ കോർണർ. പക്ഷെ അവിടെ ഞാൻ കോബർ സ്റ്റോൺ പൊട്ടിച്ചപ്പോൾ ഈ ഒരു ആയിട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങ് ഐറ്റംസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഇത് പച്ച പാരറ്റ് കുറച്ച് ഇരിപ്പുണ്ട്. അത് ഞാനിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനാണ് ഉള്ള ഒരു ബക്കറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്നത്. ലാവ എടുക്കാൻ വേണ്ടി ഇനി അവിടുത്തെ ആ ലാവയും കൂടെ എടുക്കണം. പക്ഷെ ആ ലാവ ഇനി ടെക്നിക്കലി വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഞാൻ ഇത്തിരി മുന്നേ അതായത് വീഡിയോ എടുക്കുന്ന മുന്നേ ചത്ത പോലെ ഞാൻ ഇനിയും ചാവും. ഇവിടെ നിന്ന് ഒറ്റ മേടിക്കുകയാണ്. ഈ രാക്സ് എടുത്തിട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റുമോ മാർക്കറ്റ്. ആ കോക്കോബീൻ എന്തി? അതെ കോക്കോബീൻ ഇവിടെ അല്ലേ. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ വീടുള്ളത്. ഈ കോക്കോബീൻ അതെ ഇവിടെ. അയ്യോ രാത്രിക്ക് പോരാ മഴ. വീട്ടിലെത്തി. ലാഗ് അടിക്കരുത്. ഞാൻ ഇരുന്ന് പോകണം കൂടെ. ഓക്കെ വീട്ടിലെത്തി. ബെഡ് പൊട്ടിക്കാണെങ്കിൽ നന്നായി. ടോർച്ചൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു ഷീൽഡ് കത്തിപ്പോയില്ല ബാക്കിൽ. ഈ ഷീൽഡും കൈ പിടിച്ചോണ്ട് നടക്കാം. ഒരു പിക്കാക്സും ഉണ്ട്, ഒരു ആക്സും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കണം. രണ്ട് എക്സ്ട്രാ ഒരു ലാവ ബക്കറ്റും ഉണ്ട്, മോട്ടർ ബക്കറ്റും ഉണ്ട്. ഇനി ഞാനേ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ ജനറേറ്റർ ഒന്നും ഉണ്ടാക്കുന്നില്ല. ആ കിട്ടിയ അയൺ എല്ലാം ഇങ്ങനെ എടുക്കും. ആ സാധനങ്ങളോടെ ഇരുന്നോട്ടെ. ഇന്നേരം ഇതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ചെസ്റ്റ് പ്ലേറ്റും ഉണ്ടാക്കും. ഇനി അതെടുത്തിട്ട് ഇവിടെ ഇടും. ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ വേറെ ഇതൊന്നും ഇരിപ്പില്ലല്ലോ. ഗ്ലാസ് ഈ റെഡ് സ്റ്റോൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗയ്സ്. അപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കഴിഞ്ഞ സീരീസിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പം നിങ്ങൾ ഇത്രയും കണ്ടില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമുക്കിനി ഒന്നും ചെയ്യാനില്ല ഗയ്സ്. ഒരു ബക്കറ്റ് ലാവുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലഷ് കേവിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പിക്കാക്സും ഈ ഒരു ആക്സും കൂടെ എടുക്കാം. ഈ ഒരു പിക്കാക്സും ഈ ഒരു ആക്സും കൂടെ എടുത്തിട്ട് മാത്രമേ ഞാൻ പോവുള്ളൂ. പിന്നെ ഈ ഒരു മെലണ്ട് വാര
ഈ ഒരു കുക്ക്ഡ് മട്ടനും ഈ ഒരു എൻ്റെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ഡിയോറൈറ്റും ഈ ഒരു ഡേർട്ടും മാത്രം എടുത്തുകൊണ്ട് ഞാൻ പോകുള്ളൂ. അയ്യോ എൻ്റെ ലാവ ബക്കറ്റ് ലാവ ബക്കറ്റ് ചെയ്യോ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ 2 ഹോൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാനാണ്. എൻ്റെ ഷവല് പോയിട്ടുണ്ട്, അതും വലിയ കുഴപ്പമൊന്നുമില്ല. പൊട്ടാനായിട്ടിരിക്കുന്നൊരു ഷവലുണ്ട്. ഇത് ആ സ്ലൈമിനെ കൊന്നിട്ട് കിട്ടിയ സംഭവങ്ങളാണ്. അല്ല ഒരു മിനിറ്റ്, എൻ്റെ പുറകെ XP വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ XP ഇപ്പോഴുണ്ടോ? XP ഒക്കെ പോയെന്ന് തോന്നുന്നു. ഈ ഒരു മട്ടൻ തുരിതുരെ ഞാൻ കഴിക്കുന്നില്ല. ഈ ഒരു ടോർച്ച് ഇതിന് നാളത്തെ റിവഞ്ച് ഞാൻ ഈ എപ്പിസോഡിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ നിർത്താൻ പോയെന്നൊക്കെ പറഞ്ഞില്ലേ, എൻ്റെ ലൂട്ടെല്ലാം പോയി. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഇനി മുതൽ. ഡിയോറൈറ്റൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാനുള്ള ഇതും എൻ്റെ ഇരിപ്പുണ്ട്. സോ അപ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും കണ്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഗെയിം ക്വിറ്റ് ചെയ്യാൻ പോണ്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ.